ബദാം ഒരുപാട് കഴിക്കല്ലേ. നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. ദിവസവും ബദാം കഴിക്കുന്നത് ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ബദാമിൽ ഫൈബർ, വിറ്റാമിൻ ഇ, മഗ്നീഷ്യം, ആരോഗ്യമുള്ള ഫാറ്റുകൾ തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഓക്സലേറ്റ് കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ അമിതമായി ബദാം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. ബദാം കഴിക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബദാമിൽ ഓക്സലേറ്റ് അടങ്ങിയിട്ടുണ്ട്. അമിതമായി കഴിക്കുമ്പോൾ ഇത് മൂത്രത്തിലെ കാൽഷ്യവുമായി ചേർന്ന് കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ആയി മാറുന്നു. ഇത് പതിയെ വൃക്കയിലെ കല്ലുകളായി മാറും. അതുപോലെ തന്നെ കൃത്യമായ അളവിൽ വെള്ളം കുടിക്കാത്തവർ, കാൽസ്യം കുറവുള്ളവർ, ദഹന പ്രശ്നങ്ങൾ ഉള്ളവരെയും ഇത് പെട്ടെന്ന് ബാധിക്കുന്നു. കാൽഷ്യം, മഗ്നീഷ്യം, ആന്റി ഓക്സിഡന്റുകൾ എന്നിവ ധാരാളം ബദാമിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് വൃക്കകളുടെയും ഹൃദയത്തിന്റെയും ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ഓക്സലേറ്റിന്റെ അളവ് കൂടിയതുകൊണ്ട് മാത്രം വൃക്കകളിൽ കല്ലുണ്ടാവില്ല. ശരീരത്തിന് ആവശ്യമായ വെള്ളവും കാൽഷ്യവും മറ്റ് സംയുക്തങ്ങളും ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിലാണ് അമിതമായി ബദാം കഴിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ബദാം കഴിക്കുന്നതിനൊപ്പം കാൽഷ്യം അടങ്ങിയ ഭക്ഷണങ്ങളും കൂടി കഴിക്കാൻ ശ്രദ്ധിക്കണം. ഇത് കുടലിലെ ഓക്സലേറ്റ് ആഗിരണം കുറയ്ക്കുകയും കല്ലുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ശരിയായ ജലാംശം അല്ലെങ്കിൽ കാൽഷ്യം ശരീരത്തിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ ബദാം അമിതമായി കഴിക്കുമ്പോൾ ഒരിക്കൽ വന്നവരിൽ ആവർത്തിച്ച് കല്ലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആവശ്യത്തിന് വെള്ളവും പോഷക സമൃദ്ധമായ ഭക്ഷണക്രമവും സംയോജിപ്പിച്ച് മിതമായ അളവിൽ ബദാം കഴിക്കുന്നത് വൃക്കയുടെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്നു. ബദാം അമിതമായി കഴിക്കുന്നത് ദഹന പ്രശ്നങ്ങൾ, വിറ്റാമിൻ ഇ അളവ് കൂടുക, വൃക്കരോഗങ്ങൾക്കുള്ള സാധ്യത തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതേസമയം ചെറിയ അളവിൽ കഴിച്ചാൽ പോഷകങ്ങൾ കിട്ടുകയുമില്ല. ഒരു ദിവസം 6 മുതൽ 8 എണ്ണം വരെ കഴിക്കുന്നതാണ് നല്ലത്. അതേസമയം നട്ട്സ്, അലർജി, വൃക്ക സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ ബദാം കഴിക്കുന്നത് ഒഴിവാക്കണം. അതുപോലെ ബദാം ശരിയായി സൂക്ഷിക്കുന്നതും പ്രധാനമാണ്. തണുത്തതും വരണ്ടതുമായ സ്ഥലത്ത് വായു കടക്കാത്ത പാത്രത്തിൽ സൂക്ഷിക്കുക. കൂടുതലുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്.